അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, മങ്കൂസ് മൗലിദിൻ്റെ നേട്ടത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഖി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വിഷയമാണ്. മൻ ഹയ്യഅ ലിഅജലി ഖിറാഅത്തി മൗലിദിർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വആമ വജമഅ ഇഖ്വാന വഔഖദ സിറാജ വലബിസ ജദീദ വതഅത്തറ വതജമ്മല തഅളീമ ലിമൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹശറഹുല്ലാഹു തആല യൗമൽ ഖിയാമത്തി മഅൽ ഫിർഖത്തിൽ ഊലാ മിനൻ നബിയ്യീൻ വകാന ഫി അഅ്ലാ ഇല്ലിയ്യീൻ. ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഖി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടുള്ള ബഹുമാനത്തിൻ്റെ കാരണം കൊണ്ട് മൗലിദ് പാരായണത്തിനു വേണ്ടി ആരെങ്കിലും ഭക്ഷണം തയ്യാറാക്കുകയും മുസ്ലിം സഹോദരങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും വിളക്ക് കത്തിക്കുകയും പുതുവസ്ത്രങ്ങൾ ധരിക്കുകയും അത്തർ പൂശുകയും സുന്ദരമാക്കുകയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അലങ്കരിക്കുക. അങ്ങനെ അലങ്കരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ പ്രവാചകന്മാരോട് കൂടെ ആദ്യ വിഭാഗത്തിൽ അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടും സ്വർഗത്തിൽ. അതുമാത്രമല്ല, സ്വർഗത്തിലെ ഉന്നത സ്ഥാനമായിരിക്കും അവരെ കാത്തിരിക്കുന്നത്. ആരെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദിന് നാണയമായി അടിക്കപ്പെട്ട വെള്ളിയോ സ്വർണത്തിൻ്റെയോ ദിർഹമുകളുടെ മേൽ ഓതുകയും അവകളെ മറ്റു ദിർഹമുകളുടെ കൂടെ കൂട്ടിക്കലർത്തുകയും ചെയ്താൽ അതിൽ ബറക്കത്തുണ്ടാവും. അതിൻ്റെ ഉടമ പാപ്പരാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിൻ്റെ ബറക്കത്ത് കൊണ്ട് അവൻ്റെ കൈ ഒരിക്കലും കാലിയാവുകയില്ല. ഇതാണ് ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഖി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൗലിദിനെ മാനിക്കാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.